എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഫാരിക പറഞ്ഞ പോലെ നമ്മുടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് മനസി ചേച്ചിയാണ്. മനസി ചേച്ചി ഒരു ആർക്കിടെക്റ്റ് ആണ്. ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാണ്. ചേച്ചി BArch കംപ്ലീറ്റ് ചെയ്തത് MES കുറ്റിപ്പുറത്തുനിന്നാണ്. അതിനുശേഷം ഫോർ എ വൈൽ ഷീ വർക്ക് വിത്ത് ആർക്കിടെക്ട് G ശങ്കർ ഹാബിറ്റാറ്റില്. അതിനുശേഷം 2011 ചേച്ചി കോ ഫൗണ്ടഡ് ഭൂമിജ ക്രിയേഷൻസ് അലോങ് വിത്ത് ആർക്കിടെക്ട് ഗുരുപ്രസാദ് റാണെ. ഇനി ഭൂമിജ ക്രിയേഷൻസിന്റെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാണ്. ദ ഡ്രീം ഓഫ് ക്രിയേറ്റിംഗ് നേച്ചർ ഇൻക്ലൂസീവ് പീപ്പിൾ ഫ്രണ്ട്ലി ആൻഡ് കോണ്ടെക്സ്റ്റ് സെൻസിബിൾ ആർക്കിടെക്ചർ. ആൻഡ് അവരുടെ വെബ്സൈറ്റിൽ നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ മേക്കിംഗ് ദെയർ ഡ്രീം കം ട്രൂ. They have also won multiple awards for their projects. ഒന്ന് രണ്ട് അവാർഡ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെഷ്യലി സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള അവാർഡ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ്. Green Professional Award in the TMA Aquastar Green Project 2023, Sustainable Design Award at India Design Week in Week 2023, Best Practice in Sustainable Architecture at IIA by IF 2022, Best Eco-Friendly Residence at the Madhubhumi Mastercraft in 2019. ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ യു കെൻ ആക്ച്വലി സീ ലോട്ട്സ് ഓഫ് വെരി ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്സ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഇനോഗ്രൽ അഡ്രസ്സിനായിട്ട് മനസി ചേച്ചിയെ സ്വാഗതം ചെയ്യും. താങ്ക് യു സാരംഗി. ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയില് ഇന്നിങ്ങനെ പങ്കുചേരാൻ എനിക്കൊരു അവസരം തന്നതില് എന്റെ സന്തോഷം പറയട്ടെ. അത് ഞാനൊരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. ഇങ്ങനെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന കുറച്ചു പേരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഈ ലോകത്തിന് ഒരുപാട് ഓഫർ ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. എനിക്കറിയാം നിങ്ങളിൽ പലരും ഇപ്പൊ തന്നെ അവരവരുടെ മേഖലകളില് നമുക്ക് പറ്റുന്നത് പോലെ പ്രവർത്തനം നടത്തുന്നവരാണെന്ന് എനിക്കറിയാം. എന്റെ സ്വന്തം വീട് ചെയ്തിട്ടുള്ളത് മനോജേട്ടനാണ്. അപ്പൊ അതിൽ എനിക്ക് നേരറിവുണ്ട്. അപ്പോ ഇപ്രാവശ്യം നിങ്ങള് തീമായിട്ട് എടുത്തിട്ടുള്ളത് സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ്സ് ആണെന്ന് കേൾക്കുമ്പോഴും എനിക്ക് സന്തോഷം. കാരണം ഒരു 20 വർഷം മുൻപ് നമ്മളൊരു സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ്സ് സംസാരിക്കുമ്പോൾ അത് നമ്മളൊരു ബെറ്റർ വേൾഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയില്ല 20 വർഷത്തിന് ശേഷം ലോകം എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്ന് പോലും. അപ്പോ ഒരു 5 വർഷത്തിന് ഒരു 5 വർഷം മുൻപ് വരെ തന്നെ ഒരു മഴയ്ക്ക് മുങ്ങുന്ന നാടായി നമ്മുടെ ലോകം മാറുന്ന, നമ്മുടെ കേരളം മാറുന്നത് എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേരളത്തിന്റെ കാര്യത്തിൽ അത് കുറച്ച് ഷെയിംഫുൾ ആയ കാര്യമാണ്. കാരണം നമ്മുടെ ടെറൈൻ അനുസരിച്ച് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് തീർത്തും മാൻമെയ്ഡ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. എനിവേ, അപ്പൊ ഞാൻ വിചാരിച്ചത് ഇന്ന് നിങ്ങളോട് ഞങ്ങളുടെ ഈ ചെറിയ ജേർണിയിലെ ഞങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പ്രാക്ടീസസിലേക്കുള്ള ഒരു തുടക്കത്തെ പറ്റിയിട്ടും ഞങ്ങളെ അതിൽ സ്വാധീനിച്ച നമ്മളെ ചില അനുഭവങ്ങളെ പറ്റിയിട്ടും ചില അബദ്ധങ്ങളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളോട് സംസാരിക്കാനാണ്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൺഫേം ചെയ്യട്ടെ. ശരിക്കും ദർശന സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമാണോ അതോ എല്ലാ ഫീൽഡ്സും ഉണ്ടോ? എല്ലാവരും. ഓക്കെ. സാരംഗി പറഞ്ഞപ്പോ ഞാൻ സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ കയറിയത്. അതുകൊണ്ട് ഞാൻ സിവിൽ അങ്ങനെ ഞാൻ കുറച്ചുകൂടി അങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. എനിവേ, അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ പക്ഷെ എല്ലാരും എഞ്ചിനീയേഴ്സ് ആണ്. അതെ അതെ, അത് മനസ്സിലായി. ഓക്കെ. എനിവേ, ഞങ്ങള് സാരംഗി പറഞ്ഞതുപോലെ തന്നെ 2011 ഞങ്ങളുടെ ആർക്കിടെക്ചർ കൺസൾട്ടൻസി സ്ഥാപനം ഭൂമിജ നമ്മൾ തുടങ്ങിയത്. അതുവരെ ഞങ്ങള് ഹാബിറ്റാറ്റിലെ ആർക്കിടെക്ട് ജി ശങ്കറിന്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. പാർട്ട്ണർ ആർക്കിടെക്ട് ഗുരുപ്രസാദ് റാണെ ഓൾട്ടർനേറ്റീവ് പ്രാക്ടീസസ് ചെയ്യുന്ന ഫേം അന്വേഷിച്ച് കോഴ്സ് കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്ന ആളാണ്. മലയാളിയല്ല, മഹാരാഷ്ട്രീയനാണ്. അപ്പോ പ്രകൃതിയിലെ നമ്മളുടെ ഓരോന്നും എത്ര ക്രിയേറ്റീവും എത്ര സസ്റ്റൈനബിൾ ആണ് ഓരോന്നിന്റെയും ഡിസൈൻ. അപ്പൊ അതുപോലെ കെട്ടിടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സ്വപ്നത്തിന്റെ പുറത്തിട്ട പേരാണ് ഭൂമിജ. ഞങ്ങളുടെ ആദ്യത്തെ വർക്ക് ഒരു ബുക്ക് സ്റ്റോർ ആയിരുന്നു. അപ്പൊ ആ ബുക്ക് സ്റ്റോർ ഇന്റീരിയർ ഡിസൈൻ കേൾക്കുന്നുണ്ടോ?
പയ്യെ പയ്യെ. അയ്യോ ഇതൊക്കെ കാര്യം ആൾക്കാർ കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു നോയ്സ് ആയിരുന്നു. കണ്ടിന്യൂ. നോ പ്രോബ്ലം. അപ്പോ ആ ബുക്ക് സ്റ്റോർ കണ്ടിട്ടാണ് ഡോക്ടർ അച്യുത് ശങ്കർ അതിന്റെ ലൈഫ് കഴിയുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. പ്യുവർലി മണ്ണിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീട് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോ നമുക്കത് ഇതൊക്കെ അറിഞ്ഞ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ വളരെ സ്വപ്നതുല്യമായിട്ട് കാണേണ്ട ഒരു കാര്യമാണല്ലോ. പൊതുവിൽ നമ്മൾ അങ്ങോട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാറാണല്ലോ ചെയ്യാറ്. അങ്ങനെയാണ് നമ്മള് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതും. അന്ന് നമ്മൾ മണ്ണിലുള്ള കെട്ടിടങ്ങളൊന്നും ചെയ്തിട്ടില്ല. സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതും നമ്മൾ സൈറ്റിൽ സാൻഡി സോയിൽ ആയിരുന്നു. അങ്ങനെ ഞങ്ങള് റാംഡൻസ് എന്നുള്ള നിർമ്മാണ രീതി എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു ബ്രീഫ് എന്തായിരുന്നു എന്ന് വെച്ചാല്, പണി തീരുമ്പോ ആരും പറയരുത് ഇതൊരു പുതിയ കെട്ടിടമാണെന്ന്. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണോ എന്ന് നമുക്ക് തോന്നണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ വെർണാക്കുലർ ആർക്കിടെക്ചർ എലമെന്റ്സിനോടൊക്കെ വളരെയധികം നൊസ്റ്റാൾജിയ കീപ്പ് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ റാംഡൽസ് എക്സ്പ്ലോർ ചെയ്തത്. റാംഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ്, ഒരു മെറ്റൽ ഷട്ടറിങ്ങിൽ മണ്ണ് ലെയറുകളായി ഇടിച്ചുറപ്പിച്ച് ചുമരുകൾ ഉണ്ടാക്കുന്ന നിർമ്മാണ രീതിയാണ്. നമ്മളിപ്പോ സസ്റ്റൈനബിൾ മെത്തേഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു നിർമ്മാണ വസ്തു ഉണ്ടാക്കിയതിനു ശേഷം അതത് നിർമ്മാണ സൈറ്റിൽ എത്തുന്നത് വരെ അത് ഉപയോഗിക്കുന്ന ഊർജ ഉപഭോഗമാണല്ലോ എംബോഡീഡ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും കുറവുള്ള ഒരു മെത്തേഡാണിത്. കാരണം നമ്മൾ അവിടുത്തെ തന്നെ മണ്ണെടുത്ത് അവിടെ തന്നെ ചുമരുകൾ ഉണ്ടാക്കുന്നു, അത് ഫോം ഫിനിഷ് ആയി തന്നെ ലീവ് ചെയ്യുന്നു. അതാണ് ആ മെത്തേഡ്. അപ്പോ നമ്മുടെ നാട്ടില് ഹിമാലയൻ മേഖലകളിലാണ് ഇതിന്റെ റിമെയിൻസ് ഇപ്പോഴും ഉള്ളത്. പണ്ടത്തെ മൊണാസ്ട്രീസ് ഒക്കെ റാംഡൽസിലുള്ളതായിരുന്നു. കാരണം അവിടുത്തെ എക്സ്ട്രീം തണുപ്പിനെ പ്രതിരോധിക്കാനായിരുന്നു അങ്ങനെ അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കും ഇപ്പൊ കൂടി വരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡ് തന്നെയാണ് അതെന്ന് നമുക്ക് പറയേണ്ടി വരും. എനിവേ നമ്മൾ അതിന് ചെയ്ത ഡിസൈൻ സൊല്യൂഷൻ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഞാനൊരു PPT ഒരു സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? ഓക്കെ. അപ്പോ ഞങ്ങള് സർ പറഞ്ഞ ബ്രീഫിനനുസരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൊല്യൂഷൻ ആയിരുന്നു ഇത്. ചുമരുകളെല്ലാം മണ്ണിലാണ്. നമ്മുടെ വെർണാക്കുലർ ആർക്കിടെക്ചർ എലമെന്റ്സ് ആയിരുന്നു നമ്മൾ ചെറിയ മേൽക്കൂരയും വരാന്തിയും ഒക്കെയുള്ള. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തതായിരുന്നു തിരുവനന്തപുരത്ത് തന്നെയുള്ള അനിൽ ചില്ല. ഇതാണ് ഇതിന്റെ ചുമരിന്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ സൈറ്റിൽ തന്നെ പല സ്ഥലത്തുള്ള മണ്ണ് പല കളറുകൾ ആവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്കൊരു അതിലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. ഈ ലെയറുകളാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്. ഇത് ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്ന അത് വർക്കിന് ശേഷം ഞങ്ങൾ ചെയ്ത അടുത്ത വർക്കായിരുന്നു ഇത്. തിരുവനന്തപുരത്ത് തന്നെയുള്ള ചില്ല അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള അനിലിന് വേണ്ടി ചെയ്ത വീട്. പൊതുവിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മള് സ്പോർട്സ്മെൻ ഒക്കെ ഇപ്പോ ഞാൻ സ്ക്രീൻ എക്സിറ്റ് ആയോ ഇല്ലയോ? കാണുന്നുണ്ട്, ഇപ്പോൾ സ്ക്രീൻ കാണുന്നു. ആണോ? ഇപ്പോ എക്സിറ്റ് ആയില്ലേ? സ്ക്രീൻ ഇപ്പോഴും ഷെയർഡ് ആണ്. ഓ മൈ ഗോഡ്. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ വേണേ ക്ലോസ് ചെയ്യണോ? അത് ഞാൻ വേണേ ചെയ്യാം. ഒന്ന് സ്ക്രീൻ ക്ലോസ് ചെയ്യും. ശരി.
ഓക്കെ. പൊതുവിൽ ഒരു മാച്ച് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സ്പോർട്സ്മാൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറയൂലോ, ഇല്ല നമ്മള് we didn't do anything great, we were just sticking on to the basics എന്ന്. സത്യത്തിൽ എല്ലാ ഫീൽഡിലും അത്രേ ഉള്ളൂ എന്ന് നമ്മളും ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇപ്പൊ സസ്റ്റൈനബിലിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, 3 R's ഓഫ് സസ്റ്റൈനബിലിറ്റി: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളതാണ്. അപ്പോ സത്യത്തിൽ അത് തന്നെയാണ് അതിലെ കോർ കാര്യം. ഇപ്പോ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ശരിക്കും അത് ആവശ്യമാണോ എന്ന് ചോദിക്കലാണ് ഞങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ചോദിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും അത് അത്ര എളുപ്പമല്ലാന്ന്. എനിക്ക് തോന്നുന്നു സസ്റ്റൈനബിലിറ്റി മലയാളത്തിൽ ഏറ്റവും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് MN വിജയൻ മാഷാണെന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. മാഷ് ഇത് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനത് പല സ്ഥലത്തും പറയാറുള്ളതാണ്. ഒരു വീട് ചെറുതാവുമ്പോ വീട് മനുഷ്യനും, വീട് വലുതാവുമ്പോ മനുഷ്യർ വീടിനും ആവും എന്നുള്ളതാണ്. വീട് ചെറുതാവുമ്പോ വീട് മനുഷ്യനും, വീട് വലുതാവുമ്പോ മനുഷ്യർ വീടിനുമാവും എന്നുള്ളതാണ്. പിന്നെ ഒരു വീട് അടിച്ചുപൊളിച്ച് വൃത്തിയാക്കി വെക്കലാണ് ഒരു മനുഷ്യന്റെ ധർമ്മം എന്നുള്ളതിലേക്ക് മനുഷ്യര് ചുരുക്കലാണ് ആധുനിക വാസ്തുശില്പികൾ എന്ന് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പൊതുവിൽ എനിക്ക് ആർട്ട്ഫുള്ളി കുറച്ച് സ്ഥലം എക്സ്ട്രാ ഇടാനൊക്കെ ഇഷ്ടമാണ്. അപ്പോ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സ്വയം വിമർശനം എന്നുള്ള പോലെ എപ്പോഴും ഞങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ വർക്ക് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലാന്ന്. സാരംഗി എന്ത് പറയുന്നു? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. സാരംഗി പറയണത് കേൾക്കുന്നില്ല. ഇല്ല, പോയി. ഓക്കെ. അല്ല, ചേച്ചിക്ക് അതായത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. കുഴപ്പമില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചേച്ചി ഞങ്ങളുമായിട്ട് അതല്ലാതെ ഈ ഫീൽഡിൽ വെച്ചിട്ട് ചേച്ചി പ്രിപ്പയർ ചെയ്ത ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. തുടക്കത്തിലൊക്കെ ഞാൻ എനിവേ വർക്ക്സ് ഷെയർ ചെയ്യില്ല, നമുക്ക് സംസാരിച്ചാൽ പോരെ, നമുക്കൊരു സൗഹൃദ സംഭാഷണം എന്നുള്ള പോലെ തുടരാം. തുടക്കത്തിലൊക്കെ ഞങ്ങളില്ലേ, ഈവൻ ഇപ്പൊ എക്സ്പോസ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ പോലും തുടക്കത്തിൽ നമ്മൾ ഒരുപാട് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതായത് ഇപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ആദ്യം അതൊരു ഓർഫനേജ് ആയിരുന്നു. ഒബ്വിയസ്ലി നമുക്ക് ബഡ്ജറ്റ് വളരെ കുറവുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാമെന്നും എങ്ങനെ അത് കൂടുതൽ ഇക്കോ ഫ്രണ്ട്ലി ആക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങള് പ്ലാസ്റ്റിക് ഒഴിവാക്കാമെന്നും കുഴിച്ചു പോയിന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കോൺട്രാക്ടർ വളരെ ഒരു എഞ്ചിനീയറുടെ കീഴിൽ ഒരുപാട് വർക്ക് ചെയ്ത പിന്നെ ഒരാളായിരുന്നു. അപ്പോ ഓരോ കാര്യത്തിനും ഞങ്ങളാണെങ്കിൽ അന്ന് ചെറുപ്പമാണ്. അപ്പൊ ഓരോ കാര്യത്തിനും നമുക്ക് അതിനു വേണ്ടിയിട്ട് പിന്നെ ഫൈറ്റ് തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ക്ലയന്റ് അത്രയ്ക്കും നമ്മൾ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ബിൽഡിംഗ് അതുപോലെ തന്നെ വന്നത്. അവസാനം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതിന്റെ ഫസ്റ്റ് ഫേസ് ഇനോഗ്രേഷന് ഇയാള് ഈ മേസൺ ആളുടെ വൈഫിനെ കൂടി കൊണ്ടുവന്നു. അതായത് ആള് അപ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്, ആളൊരു 60+ ആണ്. അപ്പോ തമിഴ്നാട്ടിൽ മാർത്താണ്ഡത്തുള്ള അയാളുടെ വീട്ടിൽ അയാളുടെ വൈഫ് ആദ്യമായിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം അതൊരു യൂഷ്വൽ കാര്യമല്ലല്ലോ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പോയപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെയൊക്കെ വർക്കാണ് ചെയ്യണത് എന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, നമ്മള് തൊഴിലാളിയെ തൊഴിലിൽ നിന്നും അകറ്റുന്ന മുതലാളിത്തം എന്നൊക്കെ പറയുന്ന അന്യവൽക്കരണം എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കോൺഷ്യസ് ആയിട്ട് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വർക്കിൽ ഉൾപ്പെടുത്തും. അതിപ്പോ മേസൺറിയിലാണെങ്കിലും കാർപ്പൻട്രിയിലാണെങ്കിലും
ക്രാഫ്റ്റിലാണെങ്കിലും ഇപ്പോ ഞങ്ങളോട് പലരും പറയും നിങ്ങളുടെ വർക്ക്മാൻഷിപ്പും ഇത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ക്രെഡിറ്റ് അവർക്ക് കൊടുക്കാനാണ് ഇഷ്ടം. കാരണം അത് അവര് അത്രയ്ക്കും ആത്മാർത്ഥമായി അവരുടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, കാരണം അവർക്കറിയാം അത് കാണാൻ പോകുന്നതാണ്. അപ്പൊ അതാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അത് ആം, ആ ആ ഒരു കാര്യം ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ആരെങ്കിലും ഇനി കൺസ്ട്രക്ഷനിലേക്ക് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു തുടക്കം നിങ്ങൾക്ക് അതൊരു എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കണു ആ ഒരു കാര്യം. പിന്നെ അടുത്തത് ഞാൻ വിചാരിക്കുന്നു കെട്ടിടങ്ങൾ നമ്മള് ആത്യന്തികമായിട്ട് അത് മനുഷ്യര് ആ ഒരു കെട്ടിടം സ്നേഹിക്കണമെന്നും അങ്ങനെയാണെങ്കിലാണല്ലോ അതൊരു ഗ്രേസ്ഫുള്ളി ഏജ് ചെയ്യുന്ന കെട്ടിടം ആവുള്ളൂ. അപ്പോ അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട അത്രയും കസ്റ്റമൈസ് ചെയ്തൊരു കെട്ടിടങ്ങൾ ചെയ്യാനാണ് നമ്മള് ശ്രമിക്കുക. കാരണം നമ്മൾ എന്തൊക്കെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അതിന്റെ ആർക്കിടെക്ചർ ചോരാതെ പോവുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം. അതിന്റെ ഒരു കാരണം ചില കെട്ടിടങ്ങളൊക്കെ നമ്മളടുത്ത് റിനോവേഷൻ വരുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാവും. പല ഒരുപാട് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ ലൈഫിൽ മിസറിയിൽ ആഡ് ചെയ്യുന്ന ഇതിൽ ഒരു പങ്ക് ആ കെട്ടിടങ്ങൾക്ക് ഉണ്ട് എന്ന് നമുക്ക് പലപ്പോഴും ചില കെട്ടിടങ്ങൾ കാണുമ്പോൾ തോന്നും. അപ്പോ അതുകൊണ്ട് ഞങ്ങള് മറ്റൊന്ന് നമ്മൾ വിചാരിക്കാറുള്ളത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണല്ലോ കെട്ടിടങ്ങളിലും. അത് അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി പേഴ്സണലൈസ് ചെയ്യാനും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് കിടന്നാലോ? ഞാൻ പറയണ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. ഫൈനലി രക്ഷപ്പെട്ടു. ചേച്ചി വീട് ചെറുതാവണേന്റെ കാര്യം പറഞ്ഞപ്പോഴാ, എന്റെ വീട് ഇതേമാതിരി വളരെ കുഞ്ഞു വീട്, എല്ലാ റൂംസും ബേസിക് നെസസിറ്റിക്ക് മാത്രമുള്ള സൈസുള്ള റൂമുകളാണ്. അപ്പൊ ഞാൻ ചെറുതാവുമ്പോ അമ്മയോട് എപ്പോഴും പറയായിരുന്നു, ഞാൻ വീട് വെക്കും, ഞാൻ വലിയ വീട് വെക്കും, ഈ റൂമെല്ലാം ചെറുതാ, ഇതൊന്നും പോരാന്ന്. എന്നിട്ട് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പോ, വീട് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മതിയായി, കുറച്ചുകൂടെ ചെറിയ റൂമുള്ള വല്ല വീടും കിട്ടുമെന്നാണ് ഞാനിപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. വനജ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അൺമ്യൂട്ട് ചെയ്ത് സ്വയം മൂന്നേട്ട അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് അതിനുള്ള ആക്സസ് കൊടുത്തിട്ടില്ലേ? സോറി അറിയാതെ വന്നതാണ്. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, കുഴപ്പമില്ല. സാരെങ്കിൽ കണ്ടിന്യൂ ചെയ്തു. എനിക്കത്രേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് അല്ല, ഓർത്തപ്പോ പറഞ്ഞേ ഉള്ളൂ. സത്യത്തിൽ എനിക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്കും കുറച്ചധികം സ്പേസ് ഉള്ളതാണ് വ്യക്തിപരമായി എനിക്ക് ഇഷ്ടം. പക്ഷെ അത് പുതിയ കാലത്ത് നമുക്ക് അത് എങ്ങനെ ക്ലീൻ ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമോ? ചോദിക്കൂ. അപ്പം ഇതിനകത്തുള്ള ഈ എന്താണ് കോസ്റ്റ് ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഒരു ലൈക്ക് ആവറേജ് എങ്ങനെയാ കോസ്റ്റിംഗ് എങ്ങനെയാ വരുന്നത്? ഞാൻ പറയാം. കോസ്റ്റ് നോക്കാം. അതെ, ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഒന്നും തന്നെ സത്യത്തിൽ ഒരു ഹൈ കോസ്റ്റ് അഫെയർ അല്ല. ഓക്കെ, നമ്മൾ എത്രത്തോളം കൃത്യമായി മാനേജ് ചെയ്യണോ സൈറ്റില്, അതനുസരിച്ചിട്ട് അതനുസരിച്ച് അതിന്റെ കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ കെട്ടിടത്തിന്റെ ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ ഈ പറയുന്ന ചുമരിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എലമെന്റ് ആണല്ലോ. അപ്പോ നമുക്ക് അതങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഒരു 20% വരെ കോസ്റ്റ് കുറവായിരിക്കും. ശരിക്കും ഞാൻ വർക്ക്സ് ഒക്കെ ഞാൻ PPT ആയിട്ട് എടുത്തിരുന്നു. എനിക്ക് ഓൺലൈൻ അങ്ങോട്ടേക്ക് നമ്മൾ കണക്ട് ആവുന്നില്ലല്ലോ, ഫേസും കാണുന്നില്ല. നിങ്ങൾ എത്രത്തോളം അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാത്തോളം ഞാൻ കാണിക്കാതിരുന്നത്. ചില വീടുകളൊക്കെ ഞാൻ രണ്ടാമത് കാണിക്കാൻ തുടങ്ങിയ വീടൊക്കെ 1800 സ്ക്വയർ ഫീറ്റ് 25 lakhs തീർന്ന മൺവീടാണ്. അപ്പൊ നമുക്ക് അത്രയ്ക്കും പിടിച്ചും അത് ചെയ്യാം. കെട്ടിടത്തിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ആത്യന്തികമായി നമ്മളുടെ തെരഞ്ഞെടുപ്പുകളുടെ കൂടി ടോട്ടൽ കോസ്റ്റ് ആണല്ലോ. അത് അങ്ങനെ
അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ അതൊരു കോസ്റ്റ് കൂടിയ കാര്യമല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അല്ല ഇങ്ങനെയൊരു കോൺസെപ്റ്റ് അപ്പൊ ഇതിനകത്ത് അല്ല ഞാൻ ചോദിച്ചത് നമ്മള് ഈ ഒരു കോൺസെപ്റ്റിലൊരു വീട് ചെയ്യുമ്പോൾ നമ്മൾ അത് മൊത്തം ഒരു കോൺസെപ്റ്റ് ആണ്, ചുമര് മാത്രമല്ല, അതിന്റെ എല്ലാവരും ഫ്ലോറിംഗ് ഉണ്ട്, റൂഫ് ഉണ്ട്, ആ മൊത്തം ഒരു കോൺസെപ്റ്റിനകത്ത് ഇങ്ങനെ ഒരു വീട് ചെയ്യുമ്പോൾ അതിന്റെ എങ്ങനെയാണ് ലൈക്ക് ഹൗ ഡസ് ദ കോസ്റ്റ് കമ്പയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷൻ അപ്രോച്ച് എന്നുള്ളതാണ് ചോദ്യം. മണ്ണിന് മാത്രമാണ് നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇതിനൊന്നും നമുക്കൊരു സ്റ്റാൻഡേർഡ് റേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഇപ്പൊ കൺവെൻഷണൽ കോസ്റ്റ് സത്യത്തിൽ 3500 എന്ന് പറയുകയാണെങ്കിൽ, പക്ഷെ ഈ കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ അപ്പോ ചോദ്യം ഇപ്പൊ നമുക്ക് അറിയാലോ, നമുക്ക് അതിൽ എന്തൊക്കെ ഉൾപ്പെടും. ടൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ട്രക്ചറിന് ഒരു പക്ഷേ ഒരു പരിധി വരെ വേരിയേഷൻ ഉണ്ടാവില്ല, പക്ഷെ ഇന്റീരിയറിൽ നമുക്ക് n നമ്പർ ഓഫ് ഓപ്ഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഇന്റീരിയറിൽ തടി വാർഡ്രോബ് വേണം അല്ലെങ്കിൽ പ്ലൈവുഡ് വാർഡ്രോബ് വേണം എന്നുള്ള ആ ഒരു ഒറ്റ പിന്നെ ചോയ്സ് കൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റിൽ എത്ര മാറ്റം വരുന്നു നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കോസ്റ്റ് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എനിക്കൊരു സജഷൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത ഒരു ദർശന മീറ്റിംഗ് ഞാൻ വീടും ഓഫീസും തൊട്ടടുത്ത് തന്നെയാണ്, രണ്ടും മണ്ണിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാലോ അതെങ്ങനെയാണെന്നും അതിന്റെ ഒരു ആ ഒരു ഫീൽ എന്താണെന്നും. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്താം. ചോദിക്കൂ. ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു പേഴ്സണൽ എക്സ്പെർട്ടീസ്, മറ്റേതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടാക്കുക എന്ന് എന്താ പറയുന്നത്. ചോദിക്കോ? നമ്മൾ നോർമലി ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇത് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്കില്ലിനെ പറ്റി അധികം വറി ചെയ്യേണ്ട, ലൈക്ക് ദർ ഇസ് എ സ്റ്റാൻഡേർഡ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. നമുക്കൊരു അത്യാവശ്യം മാർക്കറ്റിലുള്ള ഒരു ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ they will deliver it with some standard work. അതിനകത്ത് Yes. മനസ്സിലാവും. പക്ഷെ ഇതിനകത്ത് ലൈക്ക് പേഴ്സണൽ എക്സ്പെർട്ടീസ് ഇത് അത്ര ഒരു കോമൺ ടെക്നോളജി ആയിട്ട് വരാത്തത് കാരണം ലൈക്ക് ഹൗ മച്ച് ഇസ് ഇറ്റ് ഡിപെൻഡ് ഓൺ ദ പേഴ്സൺ ഹു ഈസ് ഡൂയിങ്. ഓക്കെ, നല്ല ചോദ്യമാണ്. ഞങ്ങൾ എങ്ങനെയാണ് പൊതുവിൽ ഓൾട്ടർനേറ്റ് ഇത് ചെയ്യാന്ന് വെച്ചാല്, ക്ലയന്റിനോട് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറയും. ഓക്കെ, പ്ലസ് ഒരു സൈറ്റ് സൂപ്പർവൈസറിനെ. ലോക്കൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മൾ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഒരു കൂട്ടായാലും മതി. ഇപ്പോ എന്നിട്ട് അവർക്ക് ഒരുമിച്ചാണ് ഞങ്ങൾ ഒരു ട്രെയിനിങ് കൊടുക്കുക, ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ. ക്ലിയർ ആണോ? പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ചുമരുകൾ മാത്രമാണ് ഇതിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോ ചുമരുകളുടെ കൺസ്ട്രക്ഷന്റെ സമയത്ത് നമ്മൾ സൈറ്റിന്റെ ഒരു സൈറ്റ് സൂപ്പർവൈസറിനെ അപ്പോയിന്റ് ചെയ്യണം, മാക്സിമം ഔട്ട്പുട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് പൊതുവിൽ ഞങ്ങൾ ഇതിന്റെ ഒരു ക്വാളിറ്റി കൺട്രോൾ നടത്തുന്നത്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് അത് ലൈക്ക് ദാറ്റ് ഈസ് നിങ്ങളുടെ ഒരു ആർക്കിടെക്ചർ ഫേമിന്റെ അപ്രോച്ച് ആണ്. പക്ഷെ ഇതൊരു ടെക്നിക്കൽ അപ്രോച്ച് ആണ്, മണ്ണ് കംപ്രസ്ഡ് മണ്ണ് വെച്ച് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ സോ അപ്പൊ ഇതില് ലൈക്ക് ഇപ്പം ഇതേ അപ്രോച്ച് ആണ് എല്ലാവരും ചെയ്യുക അതോ എങ്ങനെയാന്നുള്ളതാണ്. I was just trying to understand how much it is standardized. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് കേൾക്കുന്നില്ല, ഒന്നുകൂടി അത് ചോദിക്കോ? ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. ഒന്ന് ചോദിക്കൂ. അപ്പോ മനോജ് ചോദിച്ചത് എന്റെ അറിവിൽ ഇപ്പൊ ഞാൻ എന്റെ അനിയന്റെ ഒരു വീട് കിട്ടി ഈ ഇടയ്ക്ക്. നമ്മുടെ തന്നെ ദർശനയുടെ ഒരു മെമ്പറായ ഷിബു ആണ് ഞങ്ങൾക്ക് വന്ന് ചെയ്തു തന്നത്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിബുവിന്റെ അടുത്ത് മാത്രമേ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. പുള്ളി റൈറ്റ് ഫ്രം ദ ഡിസൈൻ പ്ലാന് തൊട്ടിട്ട് എന്ത് വേണം ചെയ്യണമെങ്കിൽ പുള്ളി ഒരാളെ ഒരു സെറ്റ് ഓഫ് ആളുകളെ കൊണ്ടുവന്ന് തരും. അവർ ആ പണി ചെയ്യും. ഫ്ലോറിംഗ് ആയാലും വാളായാലും എന്തായാലും ചെയ്തിട്ട് പോകും. അപ്പോൾ അതിന്റെ രണ്ട് ഗുണമുണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് റിലയബിൾ, അങ്ങനെയൊക്കെ. രണ്ട്, ദേ ആർ ദ എക്സ്പേർട്സ് ഇൻ വാട്ട് എവർ ദേ ആർ, റൈറ്റ്? ഇപ്പൊ ഇവിടെ മനോജ് ചോദിച്ചത്, ഇപ്പൊ നമ്മള് മണ്ണുകൊണ്ടൊരു ചുമര് കെട്ടുകയാണെങ്കിൽ ഒന്നാമതൊരു എക്സ്പെർട്ടൈസ് ഇല്ല, ആദ്യമായിട്ട് അവരെ പഠിപ്പിച്ചെടുക്കണം. പിന്നെ അതിന്റെ ക്വാളിറ്റി, അതിന്റെ റിപ്പീറ്റബിലിറ്റി, അതിന്റെ കോസ്റ്റ്, ഇതെല്ലാം
എങ്ങനെയാണ് ഹൗ ഡു യു മാനേജ്? സത്യത്തിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നയാളും ഇത് ഡിസൈൻ ചെയ്യുന്നയാളും ഇത് രണ്ട് തന്നെ ആവണം എന്നുള്ളതാണ്. നമ്മള് ക്വാളിറ്റി കൺട്രോൾ സത്യത്തിൽ ഞങ്ങൾ ചെയ്ത എനിക്ക് ഇപ്പൊ പറ നീരജ് ചോദിച്ചോളൂ. ഞാൻ ഇന്റർഫിയർ ചെയ്തോട്ടെ. എനിക്ക് ആ ക്വസ്റ്റ്യൻ മുകുന്ദൻ ഡിസൈഫർ ചെയ്തതിൽ ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഐ തിങ്ക് മനോജ് ക്വസ്റ്റ്യൻ ചെയ്തത് കൺവെൻഷനലി കോൺട്രാക്ടർ ഒരു വീട് പണിതെടുക്കുമ്പോൾ അതിന് മാർക്കറ്റിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ക്വാളിറ്റിയിൽ. പക്ഷെ നിങ്ങളുടെ വർക്ക്മാൻഷിപ്പിൽ ഡിപ്പെൻഡഡ് ആയ ഒരു വർക്ക് ആവുമ്പോൾ ഈ വർക്കിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ് എങ്ങനെയാണ്? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഒരു ലേമാനെ? ഹൗ ഡസ് ദേ അണ്ടർസ്റ്റാൻഡ് ഇത് ഈ വർക്ക് ഓക്കെ ആണെന്നുള്ളത്? ഒരു ആർക്കിടെക്ട് പറയുന്ന വാക്ക് വിശ്വസിക്കുക എന്നുള്ളതിനപ്പുറം ഇത് എത്രത്തോളം പേഴ്സൺ ഡിപെൻഡന്റ് ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഐ തിങ്ക് നീരജ് റീപ്രൊഡ്യൂസ്ഡ് കറക്റ്റ്ലി. ഇപ്പം ലൈക് ഞാൻ മാനസീനെ അപ്രോച്ച് ചെയ്തു. ഐ നോ യു പേഴ്സണലി, ഐ നോ ദാറ്റ് യു വിൽ ഡു എ ഗുഡ് ജോബ്. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു വിശ്വാസത്തിൽ പോകണോ അതോ ഇസ് ദർ എനി ലൈക് സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളതാണ് ഐ തിങ്ക് നീരജ് കറക്റ്റ്ലി. അതെ, ഇത് ഓരോ മെത്തേഡ് അനുസരിച്ചിട്ടും നമുക്കത് കൃത്യമായി മനസ്സിലാവും. അതായത് ഇപ്പൊ അതിന്റെ ക്വാളിറ്റി ഇപ്പോ നമ്മൾ ഇട്ടാൽ അത് ബ്രേക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ അനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഫീൽഡ് ടെസ്റ്റ് ഉണ്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ. ഇപ്പൊ CSCB ഇപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റ് ടെക്നോളജീസ് പറയുകയാണെങ്കിൽ മണ്ണില് നമുക്ക് 3 രീതികളാണല്ലോ ഉള്ളത്. ഒന്ന് മണ്ണ് കുഴച്ചുരുളകളാക്കി ചെയ്യുന്ന കോബ് മെത്തഡ്. കേൾക്കുന്നുണ്ടോ? റാംഡ് എർത്ത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോം ഫിനിഷ് ആ ഷട്ടറിങ് ഊരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഫിനിഷ് എന്താണ് എന്നുള്ളത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നതല്ലാതെ അത് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അത് ചെക്ക് ചെയ്യാൻ വേറെ ഇതുണ്ടോന്ന് ചോദിച്ചാൽ അതിന് എന്താണ് പറയേണ്ടത് എനിക്ക് അറിയില്ല. കാരണം അത് ഇപ്പൊ ഇതൊക്കെ നമ്മളായിട്ട് ഇൻവെന്റ് ചെയ്ത കാര്യങ്ങളല്ല. ഓക്കെ, നമ്മള് ഇത് വെർനാക്കുലർ മെത്തേഡ്സ് ആണ് യൂസിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും കെട്ടിടങ്ങളുടെ റിമെയിൻസ് ഇതേ മെത്തേഡ്സിലുണ്ട്. അപ്പോ ഇതിന് അങ്ങനെ എനിക്ക് അളക്കേണ്ടത് എങ്ങനെയാണെന്നാണോ നിങ്ങൾ ചോദിച്ചത് എന്നാണ് എനിക്ക്. ആണോ? അത് തന്നെയാണോ ഞാൻ പറയുന്നത് തന്നെയാണോ ചോദിച്ചത്? മനോജ് ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി ഞാൻ ഇടപെട്ടോട്ടെ. ഞാൻ ശ്രീനിവാസൻ ബോംബെയിലാണ്. അതായത് മനോജ് ചോദിച്ചത് ഒരു സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾക്ക് ഇപ്പൊ സാധാരണ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കൺസ്ട്രക്ഷൻ ഒരുപാട് ഹൈ സ്റ്റോറി ബിൽഡിങ്സും അതെല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ആൾറെഡി സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോസസ് ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ക്വാളിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഡ്യൂറബിലിറ്റിയെ കുറിച്ച്, പ്രൊഡക്റ്റിന്റെ ഒരു നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല ക്ലയന്റിന്. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങളുടെ കേസിൽ, ഇപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ എന്ന് പറയുന്നത് ആ ലേബേഴ്സിനെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അയാൾക്ക് അത്തരം ചെയ്ത് അത്ര ശീലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതൊരു നിങ്ങൾ ചെയ്യുന്നത് ഒരു വേറിട്ടൊരു രീതിയാണ്. വേറിട്ടെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഇപ്പൊ അത് വേറിട്ടൊരു രീതിയായി. അപ്പൊ അത് എത്രമാത്രം നമ്മൾ ഓരോ കെട്ടിടങ്ങളും അത് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഓരോ കെട്ടിടങ്ങളും എത്രമാത്രം അത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു പെർസ്പെക്റ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഡെലിവർ ചെയ്ത ക്വാളിറ്റി ആയി. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഡ്യൂറബിലിറ്റി വൈസ് എത്രമാത്രം സസ്റ്റൈനബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ പ്രശ്നങ്ങൾ വരുമോ എന്താണെന്നുള്ളതാണ് ചോദ്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ മെത്തേഡ് സ്റ്റാൻഡേർഡൈസ് തന്നെയാണ് സത്യത്തിൽ. നമ്മളിപ്പോ CSCB ആണെങ്കിൽ നമ്മള് ഇപ്പൊ എത്ര പെർസെന്റേജ് ആണ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ ചേർക്കേണ്ടതെന്നും നമ്മൾ അത് എത്ര ദിവസം എങ്ങനെയാണത് ക്യൂർ ചെയ്യേണ്ടതെന്നും അത് എത്ര ദിവസം പുറത്ത് വെച്ചിട്ടും ഉള്ളിൽ വെച്ചിട്ടും ഷെയ്ഡിൽ വെച്ചിട്ടും ചെയ്യേണ്ടതെന്നും അതിനെല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോസസ്സ് തന്നെ ഉണ്ട്. പക്ഷെ കിട്ടുന്ന ഔട്ട്പുട്ട് സത്യത്തിൽ പണ്ട് ഞങ്ങൾ അത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലോഡൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം എത്ര ലോഡ്. ഇവിടെ ചെക്ക് ചെയ്യുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിലെ ലാബുകൾ ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മള് CET വെച്ചിട്ടായിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലോഡ് ടെസ്റ്റും
ഈവൻ ഓക്കെ ബാമ്പു വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്ത് നോക്കാം. ബേസിക്കലി ഞങ്ങൾ ആർക്കിടെക്ട്സ് ആണ് കേട്ടോ. നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് എന്ന് മാത്രം. ഇപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു വർക്ക് ഒന്ന് കാണിക്കാമായിരുന്നു എന്നും കൂടെ അല്ല, ഞാൻ വിചാരിച്ചു. തീർച്ചയായിട്ടും. ഐ തിങ്ക് ദാറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു ഞാനൊന്ന് എന്നാൽ ഇപ്പൊ ഒന്ന് ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വേറെ എന്താ ചെയ്ത് ചേച്ചി ഞാൻ ചേച്ചി തുടക്കത്തിൽ പറഞ്ഞ ഒരു കമന്റ് സിവിൽ എഞ്ചിനീയേഴ്സിനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത് എന്നുള്ള രീതിയിലൊരു കമന്റ് തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ അതല്ല എന്ന് ഞാനോ അറിഞ്ഞപ്പോ ചേച്ചി പറയൂ. അല്ല ആ, തുടക്കത്തില് അതെ അതെ ജോയിൻ ചെയ്തപ്പോഴേ അതെ എല്ലാരും സിവിൽ അതെ എഞ്ചിനീയേഴ്സ് ആണെന്നാണ് എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. യെസ് യെസ് അപ്പോ ആ രീതിയിൽ ചേച്ചി പ്രിപ്പയർ ചെയ്തത് ടെക്നിക്കൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ടോൺ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമുക്ക് അതെ ഇപ്പൊ ഈ കംപ്രസ്ഡ് ആവശ്യം. എർത്തും കംപ്രസ്ഡ് അപ്പൊ എർത്തും അതിന്റെ യൂണിയാക്സിയൽ കംപ്രസീവ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന എഞ്ചിനീയേഴ്സ് ആണ് ഇവിടെ. അപ്പൊ യു ക്യാൻ വെരി ഈസിലി നോ സേ. പ്രോബ്ലം. അപ്പൊ ആ രീതിയിൽ ടോൺ ഓക്കെ ഡൗൺ ആൻസേഴ്സ് പറയുമ്പോഴേ എനിക്കിത് ഫീൽ അതെ ചെയ്തത് എന്താ വെച്ചാൽ ആ ഞാൻ പഠിക്കുന്ന യെസ് ഫീൽഡ് ആയതുകൊണ്ട് ചേച്ചി പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചി അതിനെ ടോൺ ഡൗൺ ചെയ്യുന്നുണ്ടോ. യു ക്യാൻ വെരി ഈസിലി ടെക്നിക്കലി സ്പീക്ക്, കുഴപ്പമില്ല. ഓക്കെ. എനിവേ ഞാനിപ്പോ നമ്മുടെ വർക്ക് ഒന്ന് കാണിക്കാട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു അതല്ല, നിങ്ങൾക്ക് ഞാൻ ഇൻട്രസ്റ്റ് ഒരു ഉണ്ടായിരിക്കും. റിക്വസ്റ്റ് ഉണ്ട്. ഈ ശരി. ലാപ്ടോപ്പോ സിസ്റ്റത്തിലോ മാറ്റാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്കിപ്പോ വരുന്നത് മൊബൈലിലായത് കാരണം വളരെ ചെറിയ പിക്ചേഴ്സ് ആയിട്ടാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ലാപ്ടോപ്പാണ്. അപ്പോ ഓക്കെ അതിലെനിക്ക് കാണുന്നത് വളരെ ചെറിയ സ്ക്രീനാണ്. ഓക്കെ ഞാനൊരു കാര്യം കൂടി ചെയ്യാം. ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈല് തിരിച്ചു വെച്ചാൽ മതി, യെസ് ഹൊറിസോണ്ടൽ യെസ് ആയിട്ട് അതാ വെച്ചാൽ ഞാൻ മതി. വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പുറത്താണ്, അതുകൊണ്ട് എനിക്ക് ആ കമ്പ്യൂട്ടർ കയറാൻ പറ്റില്ല. പക്ഷെ ഇത് ചെയ്യാം. ഓക്കെ ഒന്ന് ലാൻഡ്സ്കേപ്പിൽ വെച്ചാൽ മതി എന്ന്. യെസ് ലാൻഡ്സ്കേപ്പിൽ യെസ് വെച്ചാൽ മതി. വീണ ആദ്യം മുതൽ കാണിക്കണം. ഇതാണ് റാംഡർത്ത് ചുമരുകളുടെ ചേച്ചി അവിടെ ഫോണിൽ സൂം ചെയ്താൽ നമുക്ക് ഇവിടെ സൂംഡ് ആയിട്ട് കാണും. യെസ് ഇപ്പൊ കാണില്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു റാംഡർത്ത് ചുമരുകളുടെ ഫിനിഷ്. ഓക്കെ, ഷട്ടറിങ് ഊരിയ ഫോം ഫിനിഷ് ചുമരുകളാണിത്. ഇത് ഒരു മിനിറ്റ്. ഇത് നല്ല ഇതുണ്ട്. ഇത് ഇങ്ങനെ വേരിയുടെ കളർ കിട്ടിയത്? ഇതിൽ ഞങ്ങൾ കുറച്ച് കളേർഡ് ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഗ്രേഡിയൻസ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്റീരിയറിൽ ഒരു പാറ്റേണിന് വേണ്ടി നമ്മൾ ചെയ്ത. സത്യത്തിൽ നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ ഓഫീസ് കൺസ്ട്രക്ഷനിൽ നമുക്ക് 2 സ്ഥലത്ത് 2 കളർ തന്നെ സോയിലാണ് കിട്ടിയത്. ഒരു സ്ഥലത്ത് ഡാർക്ക് ഷെയ്ഡും. അപ്പൊ അവിടെ ഞങ്ങൾ മണ്ണ് കൊണ്ട് വെച്ച് തന്നെ, മണ്ണ് മാത്രം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കുറച്ച് ഓക്സൈഡ് യെല്ലോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ലൈറ്റർ ഷെയ്ഡ് നമുക്ക് കിട്ടാൻ വേണ്ടി. എന്തൊക്കെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു അതിൽ. ഇത് തിരുവനന്തപുരത്ത് ചെയ്ത ഒരു വീടായിരുന്നു. ഇതാണ് ആ വീട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് 1800 ആയിരുന്നു, 25 lakhsനായിരുന്നു തീർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ക്ലയന്റിന്റെ 25 lakhs പ്ലസ് ക്ലയന്റിന്റെ എഫേർട്ട് എന്നാണ് നമ്മൾ പറയാറ്. കാരണം എല്ലാ വീട്ടിലും അതാണല്ലോ, ആള് അതിന്റെ കൂടെ നിന്ന് അത് ചെയ്തെടുത്ത ആളാണ്. ഇന്റീരിയർ ബജറ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇന്റീരിയർ ആള് ചെയ്യും നമുക്ക് അറിയാം. അതുകൊണ്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാന്ന് വരച്ച് നമ്മളൊരു ഫോട്ടോ പോലും ശരിക്കും എടുത്തിട്ടില്ല. ഇതാണ് ആ വീട്. അനിൽ, ഇത് ഞങ്ങള് കോബ് മെത്തേഡിൽ ചെയ്ത, ആ മണ്ണ് കുഴച്ചുരുളകളാക്കി ചെയ്യുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പണ്ടത്തെ മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്ത ഒരു വീടാണ്. ഇത് പട്ടാമ്പി. ഇത് ഈ കരിങ്കല്ല് നമുക്ക് അവിടെ കിണർ കുഴിച്ചപ്പോ കിട്ടിയ പാറയിൽ നിർത്തതാണ്. ഇത് അവിടെ വേലിയിൽ ഉണ്ടായിരുന്ന ശീമക്കൊന്നയാണ് കാർപോർച്ചിന്റെ സപ്പോർട്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് ഇത്ര സ്ട്രെങ്ത് ഉണ്ടോ ശീമക്കൊന്ന? ഓ, അത് നമ്മൾ ലോഡ് എങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പ്ലാനിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കും. പകുതി ലോഡ് ഈ കരിങ്കൽ ചുമര് എടുക്കുന്നുണ്ട്. അങ്ങനെ സ്ട്രക്ചർ അതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുക. അപ്പോ ഈ ഒരു മെത്തേഡിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് നമുക്ക് ഹാൻഡ് സ്കൾപ്റ്റ് ചെയ്തെടുക്കാം സ്പേസസ്. ഇപ്പോ സിറ്റ് ഔട്ടിൽ നമുക്ക് ക്ലയന്റ് ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് മുഖത്തോട് മുഖം നോക്കി ഒരു 5-8 പേർക്ക് മിനിമം ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ടാണ്. ഇത് ഫോയറിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഭാഗത്ത് നിന്ന് കാണുന്ന വ്യൂ ആണ്. റൈറ്റ് സൈഡിൽ ലിവിംഗ് സ്പേസ്, ലെഫ്റ്റ് സൈഡിൽ ബാക്കി ഇന്റീരിയറിലേക്കുള്ള വ്യൂ. ഇതൊരു കോർട്ടിയാർഡ്. അതെ, റൈറ്റ് സൈഡിൽ കോർട്ടിയാർഡ്. അപ്പൊ ഇതിൽ നമുക്ക് ചുമരിൽ തന്നെ ആർട്ട് വർക്ക് നമുക്ക് കാർവ് ചെയ്തെടുക്കാം.
ഇവിടെയുള്ള എല്ലാ തടിയും റീയൂസ്ഡ് ആണ്. പഴയ വീട്ടിൽ നിന്നും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്പണിങ്സ് വിട്ടത്. ഇവിടെ ഒരു ചോദ്യം, ഈ കളർ എങ്ങനെയാ കിട്ടുന്നത്? ഈ ടെക്സ്ചർ, ആ യെല്ലോ കളർ, ആ സ്റ്റോണിന്റെ ഒക്കെ നിങ്ങൾ കളറിംഗ് ആണോ യൂസ് ചെയ്യുന്നത്? ഇതോ? അത് മഞ്ഞ വെളിച്ചം വീഴുന്നതാ. ഏതാ? നടുമുറ്റമല്ലേ ഇത്? ലൈറ്റിംഗ് ചുമരില് പ്രകാശം വീഴുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ലൈറ്റിംഗ്. ക്ലിയർ കാണുന്നത്. ലൈറ്റ് ഓക്കെ അടിക്കുന്നതാ. ഓക്കെ. ടെക്സ്ചർ ഓഫ് മണ്ണിന്റെ ഒരു യെല്ലോ കളർ നമുക്ക് എങ്ങനെയാ കിട്ടാം? അത് നിങ്ങൾ ക്ലേ തന്നെ യൂസ് ചെയ്യാണോ? ഇത് ചുണ്ണാമ്പ് മണ്ണിന്റെ മെതി അവിടുത്തെ മണ്ണിന്റെ കളർ ഇതാണ്, ചുവപ്പ് മണ്ണാണ്. ചുവപ്പ് മണ്ണാണ്. ഓക്കെ. അതെ. അപ്പോ ഈ ഒരു തടി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ റെയിൻ ട്രീ, മഴമരം നമ്മള് റോഡ് സൈഡിൽ ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഡൈനിങ് സ്പേസിൽ നമുക്ക് കാണുന്ന കാഴ്ചയാണ്. ഇതെല്ലാം ഒരു ഓപ്പൺ സ്കീമാണോ? എല്ലാം തുറന്ന വാതിലുകളില്ലാത്തൊരു ഡിസൈൻ ആണോ? അതെ, പക്ഷെ എന്നാ അതത് സ്ഥലത്തിന് അതിൻ്റെതായ പ്രൈവസി ഉണ്ട് താനും. അങ്ങനെ നമുക്ക് സ്പേസസ് ഹാൻഡ് കളക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ കോബ് മെത്തേഡിന്റെ അതിന്റെ പൊട്ടൻഷ്യൽ. അപ്പൊ അതാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത്. ബെഡ്റൂമിൽ നമുക്കൊരു സീറ്റിംഗ് ഉണ്ട്, വാർഡ്രോബ് സ്പേസ് ഉണ്ട്, ഒരു സ്റ്റഡി ടേബിൾ ഇടാൻ പറ്റും. വീട്ടിനുള്ളില് വെളിച്ചം വേണ്ടത്ര കിട്ടുമോ? അത് ഇപ്പൊ നമുക്ക് വേണ്ടത്ര വെളിച്ചം എല്ലാ മുറികളിലും ഉണ്ട്. ഈ മുറിയില് നമുക്ക് സ്കൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് കണ്ടോ? പക്ഷെ ഇതില് എന്തൊരു ഒരു ഫ്ലിപ്പ് സൈഡ് ഞാൻ കാണുന്നത്, എന്താ പറയാ, വാൾസ് എല്ലാം റിഫ്ലക്റ്റ് അല്ലാത്തത് കൊണ്ട്, അതായത് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് റൂമിനകത്ത് ഒരു ഡാർക്ക്നെസ് ഉണ്ടാവോ? നമ്മുടെ പ്രിഫറൻസ് ആണ്. നമുക്ക് റൂമിന് ഇത് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ചുമരുകൾ തന്നെ പോവാലോ. മൺചുമരുകൾക്കുള്ള അതെ, നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ടല്ലോ. ഇത് കല്ല്. ഓക്കെ. ഇതെങ്ങനെയാന്ന് വെച്ചാ ഇതിന്റെ റൂഫിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ റീയൂസ്ഡ് ടൈൽസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. താഴെ നമ്മൾ പ്ലെയിൻ സീലിംഗ് ടൈൽസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ബ്രോക്കൺ പീസസ് വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിയത്. കാരണം നമുക്ക് ബാക്ക് റെസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് ചാരിയൊക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പൊ അതിന് വേണ്ട ഒരു ബാക്ക് റെസ്റ്റ് നമ്മൾ അതിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. കഴുകാനോ തുടയ്ക്കാനുള്ള സൗകര്യം. അതെ അതെ അതെ. ഇത് ഞങ്ങൾ ബാംബൂൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കഫേയാണ് ട്രിവാൻഡ്രത്തെ. അപ്പോ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ബ്രീഫ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ബജറ്റ് കുറവായിരിക്കണം, രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരുപക്ഷെ 10 വർഷത്തിന് ശേഷം നമുക്ക് ഇവിടുന്ന് മാറേണ്ടി വരും. കാരണം അവർ 10 വർഷത്തിനായിരുന്നു ആ ഒരു ടൈം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റണം എന്നായിരുന്നു അന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ബ്രീഫ്. ഞങ്ങള് അതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തുവെങ്കിലും സത്യത്തിൽ നമ്മൾക്ക് പോലും ഉറപ്പില്ലായിരുന്നു ശരിക്കും ബാംബു അതുപോലെ തന്നെ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ശരിക്കും 10 വർഷം തികയുന്നതിന് മുന്നേ അവർക്ക് മാറേണ്ടി വന്നു. അവർ സെയിം സ്ട്രക്ചർ പിന്നെ റീയൂസ് ചെയ്തതാണ് ആദ്യത്തെ ഫോട്ടോ. ഇതായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവർ റീഇറക്ട് ചെയ്തതാണ് ഇത്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ആലോചിക്കും, ഹൗ വേഴ്സറ്റൈൽ യെറ്റ് അണ്ടർയൂസ്ഡ് ആർ അവർ വെർണാക്കുലർ ഇങ്ങനത്തെ മെറ്റീരിയൽസ് with which we can not only create but recreate. ഇതൊരു സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയില് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ രീതിയിലുള്ള ആക്സെപ്റ്റബിലിറ്റി ഉണ്ടോ, അതല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? ഉണ്ടോന്ന് ചോദിച്ചാ ഇപ്പോ ഇത് അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കൂടാണ്. ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് ആക്സെപ്റ്റബിലിറ്റി കുറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാതെ, മീൻസ് അത് ആ ഒരു ഡിസൈൻ പ്രശ്നം കൊണ്ടും, അതായത് ചിലരിപ്പോ എക്സ്പീരിയൻസ് നമ്മള് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റീസെന്റ് ഞങ്ങൾക്കൊരു ഇപ്പോ കോസ്ഫോർഡ് പണ്ട് എന്തോ ചെയ്ത പിന്നെ അവര് ക്ലയന്റ് ഭയങ്കര പ്രൗഡ് ആയിട്ടാണ് എന്റെ നാട്ടിലെ ആദ്യത്തെ ഇങ്ങനത്തെ വീടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോണത്. പക്ഷെ പോയി നോക്കുമ്പോൾ നമ്മൾ എനിക്ക് എല്ലാ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒറ്റ സ്പേസിനും ഒരു ആ ഒരു സ്പേസ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരുടെ ലൈഫിലെ മിസ്റ്ററിയിൽ ഒരുപാട്
ആ വീടാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ശരിക്കും തോന്നിപ്പോകുന്ന തരത്തിലുള്ള സ്പേസസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാർ ഉറപ്പായിട്ടും ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയവർ പിന്നെ ഉറപ്പായിട്ടും പ്ലാസ്റ്റേഡ് ചുവരുകളല്ലേ പ്രതീക്ഷിക്കൂ. അപ്പൊ അതുപോലെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരുന്നാലും എനിക്ക് തോന്നുന്നു അത് ആ ടെക്നോളജിക്ക് തന്നെ അങ്ങനെ വരുന്ന ചീത്തപ്പേരുണ്ട് എന്ന് ഞാൻ വിചാരിക്കും ചിലപ്പോ. അല്ല, പബ്ലിക് അവയർനെസിന്റെ കുറവുണ്ടോ? തീർച്ചയായിട്ടും അവര് എത്ര നന്നായിട്ട് ഡിസൈൻ ചെയ്ത എത്ര സ്ഥലങ്ങള് എല്ലാവർക്കും കാണാൻ കിട്ടുന്നുണ്ട്. പലതും പ്രൈവറ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഗവൺമെന്റ് കെട്ടിടങ്ങളാണല്ലോ, അല്ലെങ്കിൽ പൊതു കെട്ടിടങ്ങളിൽ ഇങ്ങനത്തെ വന്നാലല്ലേ സാധാരണക്കാർക്ക് ഇത് കൂടുതൽ കാണാൻ കിട്ടുള്ളൂ എന്ന് ഞങ്ങൾ എപ്പോഴും അത് വിചാരിക്കാറുണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്താണ് ഈ ടെക്നോളജിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്തത്? അതൊരു ചോദ്യമാണ്, നമുക്കുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് 2 ഡിഗ്രി ആയപ്പോൾ ഇനിയിപ്പോ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം അത് അങ്ങനെ ഒരു പ്രകൃതിയുടെ പ്രത്യാഘാതങ്ങള് നമ്മൾക്കിനി ഏത് രീതിയിലും എക്സ്പെക്ട് ചെയ്യാന്നിരിക്കെ ഇനിയിപ്പോ അത് ആരും ഗവൺമെന്റ് ലെവലിൽ ആരും അത് സംസാരിക്കുന്നില്ല. അത് ശരിക്കും ഗവൺമെന്റ് ലെവലിൽ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പോളിസി ലെവലിൽ. ഇത് ഞങ്ങൾ ചെയ്തു. ലോറി ബേക്കർ സജസ്റ്റ് ചെയ്ത മെത്തേഡും നിങ്ങളതും സെയിം ആണോ? ബേക്കർജി എക്സലന്റ് ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പക്ഷെ ഇടയ്ക്ക് മിസ്സായെന്ന് സംശയം. എന്റെ ചോദ്യം, ലോറി ബേക്കർ സജസ്റ്റ് ചെയ്ത ടെക്നോളജിയും നിങ്ങൾ ഫോളോ ചെയ്യുന്നതും സെയിം ആണോ? അതാണ് എനിക്ക് അതിനെ പറ്റിയാണ്, ചോദ്യത്തിനെ പറ്റിയാണ് ആദ്യം പറയാനുള്ളത്. ബേക്കർജി എക്സലന്റ് ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. ഓക്കെ, നമ്മൾക്ക് ബേക്കർജിക്ക് കിട്ടിയ ഓരോ മെറ്റീരിയലും ബേക്കർജി എക്സലന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ ഇന്ന് അസോസിയേറ്റ് ചെയ്യുന്ന, ഇന്നിപ്പോ നമ്മള് എക്സ്പോസ് ബ്രിക്ക് വർക്ക് എവിടെ കണ്ടാലും ബേക്കർ മോഡൽ വീടുകൾ എന്ന് പറയുന്ന ആ ടെക്നോളജി മീൻസ് ബേക്കർജിയെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബേക്കർജിനെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണു, ബേക്കർജിയെ ചെയ്ത ഡിസൈൻ സൊല്യൂഷൻസ് ഞങ്ങൾ ഓരോന്നും പഠിക്കുന്നു. അല്ലാതെ ബേക്കർജിയെ ടെക്നോളജി വെച്ച് അസോസിയേറ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതില് ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കെട്ടിടം എക്സ്പോസ് ബ്രിക്ക് വർക്ക് ആണ്. അപ്പോ അത് ബേക്കർജി സജസ്റ്റ് ചെയ്ത ടെക്നോളജി ആണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ബേക്കർജി ഏറ്റവും അധികം ചെയ്തത് എക്സ്പോസ് ബ്രിക്ക് വർക്ക് ആയിരുന്നു. കാരണം ബേക്കർജി തിരുവനന്തപുരത്തായിരുന്നു അധികം ഉണ്ടായിരുന്നത്. ഇപ്പൊ ബേക്കർജി ഇവിടെ ആയിരുന്നു, ഇപ്പൊ മിഡിൽ കേരള നമ്മള് വളാഞ്ചേരിക്ക് എടുത്താണ്ടായിരുന്നു വെച്ചെങ്കിൽ ബേക്കർജി വെട്ടുകല്ലുകൊണ്ടായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അത് അത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ലോക്കലി അവൈലബിൾ ആയ മെറ്റീരിയൽ ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഡിസൈൻ സൊല്യൂഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം. അത് തന്നെയാണ് ബേക്കർജി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ബേക്കർജി പിന്നെ ഇപ്പോ കരിങ്കല്ല് കൊണ്ട് നമുക്ക് മൂന്നാറില് അല്ലെങ്കിൽ വാഗമണ്ണില് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അധികമില്ല, നമ്പറിലില്ലാത്തത് കൊണ്ട് അത് പറയണില്ല എല്ലാവരും എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ചോദ്യം, ഞാൻ സിവിൽ എഞ്ചിനീയർ അല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഇതിനൊക്കെ ഇന്ത്യൻ എന്താ പറയാ ഡിസൈൻ കോഡ്സ് ഉണ്ടാവില്ലേ സിവിൽ എഞ്ചിനീയേഴ്സിന്? അപ്പൊ നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ ഡു ദേ കൺഫോം ടു ദോസ് സ്റ്റാൻഡേർഡ്സ്? യെസ്, ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലമുള്ള കോഴ്സാണ്. ഓക്കെ, അതില് സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ, സ്ട്രക്ചറൽ ഡിസൈൻ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യം, സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്ചറും കൂടിയുള്ള ഒരു കോഴ്സ് ആവണം ഇനി കെട്ടിട നിർമ്മാണ രംഗത്ത് നിൽക്കേണ്ടവർക്ക് ഇനി നമ്മൾ പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഫീൽഡ്സ് അല്ലാന്ന്. അപ്പൊ നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ അതിന് കൺഫേം ചെയ്യുന്നത് തന്നെയാണല്ലേ? ആണല്ലോ. അതെ, അല്ല എനിക്കറിയില്ല, ഞാൻ സിവിൽ എഞ്ചിനീയർ അല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വേറൊരു കാര്യം, അപ്പൊ ഇത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിനൊക്കെ പറ്റുമല്ലേ? നമുക്ക് അങ്ങനെ ഏത് കാര്യത്തിലും നമുക്ക് അത് ഏറ്റവും നന്നായി എങ്ങനെ ചെയ്യാം എന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക, നോക്കാൻ പറ്റുന്ന. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, അപ്പൊ എനിക്കൊരു മൾട്ടി സ്റ്റോറി ഹൗസ് ഉണ്ടാക്കണം. അപ്പൊ അതിന് ഈ മണ്ണിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മണ്ണിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, മണ്ണിൽ മാത്രം ചെയ്യാൻ പറ്റില്ല. മണ്ണിൽ മാത്രം G+2 വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രേ ചെയ്തിട്ടുള്ളൂ. G+2 മതിയാവും, അത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഇതിന്റെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, ഓരോ ഫ്ലോറുകൾ ഉണ്ടല്ലോ, അപ്പൊ അതില് ഈ വൈബ്രേഷന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമോ നമ്മള് റീഇൻഫോഴ്സ് കോൺക്രീറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ?
അയ്യോ, കോൺക്രീറ്റ് ആണല്ലോ നമ്മൾ ഇടയിലുള്ള സ്ലാബ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലേ? ചുമരിൽ മാത്രമാണല്ലോ ഇഷ്ടിക. ഓക്കെ ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ മണ്ണ്. ഇടയിലുള്ള ഫ്ലോറിംഗ് എന്താണ് കോൺക്രീറ്റ് തന്നെയാണ് അല്ലേ? ഓ, കോൺക്രീറ്റ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ളതിലൊക്കെ. നമുക്ക് വേണമെങ്കിൽ സ്റ്റീൽ നമുക്ക് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ വരുമ്പോ അത് നമുക്ക് ഒരു സസ്റ്റൈനബിലിറ്റി വ്യൂ പോയിന്റ് അത് ഒരു പെർഫെക്ഷൻ അല്ല എന്ന് പറയേണ്ടി വരും അല്ലേ? അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ എടുക്കരുത് എന്നാണ് ഞാൻ പറയാ. അല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഐ ആം ജസ്റ്റ് ആസ്കിങ് യു. അതെ, ഞാൻ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം എന്നല്ല പറയണത്, ഞാൻ ചോദിക്കാം. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു കോംപ്രമൈസ് ആണ് അല്ലേ? എന്ത് നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് നമ്മുടെ ഉപയോഗിക്കുന്നത്? ഇടയിലുള്ള ഫ്ലോർസ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്? കോൺക്രീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫാബ്രിക്കേറ്റ് ചെയ്യാം. അതെ അല്ലേ? എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യും? ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരെ ചെയ്യുന്നുണ്ടല്ലോ, ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മുകളിൽ. സ്റ്റീലാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്. സ്റ്റീലിൽ ചെയ്താല് ഇത് വൈബ്രേഷൻ. ഇപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ ഞാനൊരു റൂമിൽ ഇരിക്കണം, അടുത്ത റൂമിൽ എന്റെ ഫ്ലോറിന്റെ മുകളിൽ ഒരാൾ നടന്നാല് അത് എനിക്ക് ഫീൽ ചെയ്യില്ലേ? ഫീൽ ചെയ്യില്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ, കോൺക്രീറ്റ് പോലെ നമുക്ക് ഒട്ടും തീരെ സൗണ്ട് പ്രൂഫും ഒന്നും ആക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും സ്ട്രക്ചർ. സൗണ്ട് അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന പ്രഷർ വേവ്സ് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റഡ് ആവില്ലേ? ഇല്ല, നമുക്ക് അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ നമുക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് തന്നെ അതെ എത്ര പിന്നെ നമുക്ക് എക്സാമ്പിൾസ് ബിൽറ്റ് തന്നെ ഉണ്ട്. അതെ, എവിടെയുള്ളത്? എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. സാർ എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ കോഴിക്കോട് നിന്നാണ് മാഡം സംസാരിക്കുന്നത്. അയ്യോ, കോഴിക്കോട് തന്നെ എത്രയോ ബിൽഡിങ്സ് ഉണ്ടല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എർത്ത് റെസിസ്റ്റന്റ് ആവുമോ? എർത്ത് റെസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കൺവെൻഷണൽ ബിൽഡിംഗ് തരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾട്ടർനേറ്റ് ടെക്നോളജി അതാണല്ലോ സാർ ചോദിക്കുന്നത്. ഐ വാണ്ട് ടു അഡോപ്റ്റ് ദിസ്. എനിക്ക് അല്ലെങ്കിൽ അഡോപ്റ്റ് അല്ല എന്താ പറയുക, എനിക്ക് വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. ഞാനൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിനെ കമ്പയർ ചെയ്യോ അല്ലെങ്കിൽ ഇത് മോശമാണോ മുകളിലാണെന്നോ ഒന്നും പറയാൻ. താങ്ക് യു മാഡം, താങ്ക് യു. അല്ല, അതെ. മാഡം, എനിക്കൊരു ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ഷൻ ടൈം എങ്ങനെയാണ്? ഹലോ, കൺസ്ട്രക്ഷൻ ടൈം ചോദിക്കൂ. ഞാനൊന്ന് ഇടയിൽ കേറുന്നുണ്ട്. നമുക്കൊരു 8 സമയം എത്ര വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ ടൈം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോ? എന്താ സമയോ? സമയം, അതെ അതെ അതെ. ഓക്കെ. നമ്മളിപ്പോ ഓൾട്ടർനേറ്റ് ടെക്നോളജി ഇപ്പൊ മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലൈമറ്റിനനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. മഴ കഴിഞ്ഞ് നമുക്ക് ചുമരുകൾ കെട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫൗണ്ടേഷൻ റെഡിയാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും അങ്ങനെ മൺസൂൺ ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് മഴയ്ക്ക് മുന്നേ അത് റൂഫ് ഇടുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യാറ്. ഓക്കെ ഓക്കെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ഇടയിൽ കയറാം. നമുക്കൊരു 8 മണിയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ചാറ്റിൽ ഇടാം. ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്ത് എല്ലാവർക്കും ഉത്തരം കൊണ്ടു തരുന്നതായിരിക്കും. നമുക്ക് ബാക്കി AGB പ്രൊസീഡിങ്സും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു 8:05 ആവുമ്പോഴേക്കും വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് എടുക്കാം. നിങ്ങൾ കോട്സ്വോൾഡിലെ ഒരു മൺ ടെക്സ്ചർ പറഞ്ഞില്ലേ, ലൈം മിക്സ് ചെയ്തിട്ടുള്ള അവര് മിസറിയ എന്ന് പറഞ്ഞില്ലേ, അത് എക്സാക്ട്ലി എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടി ചോദിക്കോ? മിസ്രിയാന്നോ? അതെന്താ? കോട്സ്വോൾഡിലെ ആ സ്റ്റോൺ ടൈപ്പ് ഓഫ് ഇത് ഇപ്പൊ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങില്, അവര് വീട് കൺസ്ട്രക്ട് ചെയ്ത് അവർക്കൊരു മിസറി പോലെ അത് ഭയങ്കര ഇതായിരുന്നു, ഇൻകൺവീനിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് എക്സാക്ട്ലി എന്താണ് അവർക്ക് ഫീൽ ചെയ്തതെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. ആ ടൈപ്പ് ഓഫ് വീട് ഞങ്ങള് ചെന്നപ്പോ അതൊരു കോമൺ ഏരിയ, എല്ലാ മുറികളും ഇതുപോലെ നമ്മൾ ഫർണിച്ചർ എങ്ങനെ ഇടുന്ന ആലോചിക്കാതെ പ്ലാൻ ചെയ്ത മുറികളായിരുന്നേ. അപ്പോ കോമൺ ഒരു സ്പേസിൽ നിന്ന് തുറക്കുന്ന 3 ബെഡ്റൂംസും ഒരു കിച്ചണും നല്ല രീതിയിലായിരുന്നു അതിന്റെ പ്ലാനിങ്. ഇപ്പോ നമുക്ക് മുറികളിലാണെങ്കിൽ നമുക്ക് കൃത്യമായി കട്ടിലിടാൻ പറ്റില്ല, നമുക്ക് വാർഡ്രോബ് സ്പേസ് ഇല്ല, ഒരു ടേബിൾ ഇടാൻ സ്ഥലമില്ല. അപ്പൊ അങ്ങനെ
എല്ലാം വാരി വലിച്ച് കിടക്കുന്ന മുറി മൊത്തം ചുമരുകളൊന്നും തേക്കാത്തതുകൊണ്ട് ഇതുപോലെ ഭയങ്കര ഡാർക്കാണ്. ഒരുപാട് ജനലുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതിയിലും അല്ല. അങ്ങനെ കൃത്യമായി നമുക്ക് പിന്നെ ജനലുണ്ടെങ്കിലും നമുക്ക് ജനലിന്റെ പൊസിഷനും കൂടി ഡിസൈനുമായിട്ട് ശരിക്കും വളരെ പൊസിഷനിങ് ഒക്കെ ശരിക്കും നമുക്ക് ഫർണിച്ചർ ഇടുന്നത് ആലോചിച്ചിട്ട് വേണമല്ലോ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയൊന്നും ഒരു തോട്ട്ഫുൾ അല്ലാത്ത ഒരു ടെക്നോളജിയുടെ ഇടയിൽ ആർക്കിടെക്ചർ നഷ്ടപ്പെട്ടു പോയ ഒരു വീടായിരുന്നു. അതാണ് ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്കത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. എനിക്ക് ആ ടെക്സ്ചർ ഫീലിംഗ് ആണ്, അതിന്റെ കളറും ആ ഫീലിംഗ് ആണ് ഞാൻ മീൻ ചെയ്തത്. അല്ല, അത് സ്പേസിന്റേതാണല്ലോ, അവരുടെ പ്ലാനിങ്ങിന്റെ ചെറിയ പ്രശ്നമാണല്ലോ. ഓക്കെ, അതെ 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 ടെക്സ്ചർ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അത് അതെ. അവര് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഫുൾ ക്ലേ ലൈം മിക്സ് ആണോ? ഏത് വീടിനെ പറ്റിയാ ചോദിക്കുന്നത്? ഞാൻ നേരത്തെ കാണിച്ച അല്ല, ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ കാണിച്ചു വീടിനെ പറ്റിയിട്ടാണോ? നിങ്ങൾ പറഞ്ഞു വരുന്നതിനെ പറ്റി. ഞാൻ കാണിച്ച വീടിനെ പറ്റിയിട്ടാണോ? അല്ല അല്ല, കാണിച്ചല്ല. ഓക്കെ. അതൊരു പഴയ ഇഷ്ടിക മാത്രം ചുമരുള്ള വീടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, നിങ്ങള് ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അത് പിന്നെ ചോദിക്കാം. ഓക്കെ, എന്നെ വിളിച്ചാൽ മതി. മനോജ് കുമാർ കൈപൊക്കിയിട്ടുണ്ടല്ലോ. അതെ, അറിഞ്ഞുകൊണ്ട് കൈപൊക്കിയതാണ്. എന്നാ ചോദിക്കൂ. മനസ്സി, ഞാന് കുറച്ച് ലേറ്റ് ആയി. ആദ്യം അതിന് സോറി. അപ്പൊ തുടക്കത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ള ഓക്കെ, അതെ ഞാൻ മനോജ് സ്ക്രീനിൽ നിന്ന് ലീവ് ചെയ്യട്ടെ, നിങ്ങളേക്ക് കാണാലോ. ഒരു മിനിറ്റ്. അതോ ഞാൻ ഈ ജസ്റ്റ് സ്ക്രീൻ ലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അതെ 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 അതെ, നല്ലതായി. യെസ്, മനോജിട്ടൻ എവിടെ? യെസ്, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയി, വേറൊരു പരിപാടിയുടെ ഇടയിലായതുകൊണ്ടാണ്. സോറി. ഞാനിപ്പോ പറഞ്ഞു ഇവിടുന്ന് കേട്ടതിലുള്ള ചില ക്ലാരിഫിക്കേഷൻസ് മാനസി പറഞ്ഞതിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്നുള്ളൊരു സംശയം കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഒന്ന്, മാനസി പറഞ്ഞു ഈ വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച്. അതില് പിന്നെ മിസ്റ്റർ മുകുന്ദൻ സംസാരിച്ച ഒരു പോയിന്റും ഉണ്ടായിരുന്നു. മറ്റേ ശ്രീനിവാസനാണെന്ന് തോന്നുന്നു. ഞാൻ മൊബൈൽ സംസാരിക്കണമെന്ന് ഞാൻ എല്ലാവരുടെയും പേര് കണ്ടിട്ടില്ല. അപ്പൊ ഇതില് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ടൈലന്റ് എന്ന് പറയാമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ആ ഒരു എക്സിക്യൂട്ടിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ആ ലേബറേഴ്സിന്റെയാണ്. അവരെ നമ്മളൊരു ട്രെയിനിങ്ങിലൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, എത്രമാത്രം എഫക്റ്റീവ് ആണെന്നത് വളരെ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. അപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എന്തുകൊണ്ടാണ് കാൻഡിലിവറിൽ കമ്പി മുകളിലാവുന്നത്, എന്തുകൊണ്ടാണ് അല്ലാത്തത് കമ്പി താഴെയാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുത്താൽ അവരുടെ സൈറ്റിൽ ഇതിനെക്കുറിച്ച് ആ ക്ലയൻസിനെ ബോധവാന്മാരാക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും നോക്കൂ, നിങ്ങൾ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് കമ്പികൾ ഇട്ടാലും ഇത് പോരാട്ടോ സാർ, എഞ്ചിനീയറിങ്ങിനെ പറയും ഒരു 16 mm കമ്പിയുടെ ഇട്ടോളൂ എന്ന് ഒരു സെൻറ്ററിംഗുകാരൻ പറഞ്ഞാൽ വീട്ടുകാരൻ പറയും അയാൾ പറഞ്ഞല്ലേ. നമ്മൾ എത്ര ആവശ്യമില്ല എന്ന് പറഞ്ഞാലും അയാൾ അത് ഇടാൻ നമ്മളോട് ആവശ്യപ്പെടും, നമ്മൾ ഇടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഒരു ഓവർ റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഒരു സ്ലാബിന് എന്ത് ദുരന്തം സംഭവിക്കാമെന്നുള്ളത് ആ എക്സിക്യൂഷൻ എൻഡിലുള്ള ആൾക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെയിനിങ് നൽകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റും പ്രൈമറിയുമായിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, ഈ സ്ട്രെങ്ത്തിന്റെ കാര്യത്തെക്കുറിച്ച് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ഇതിനുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ സ്ട്രെങ്ത് ഉണ്ടാവും എന്ന് തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ കേരളത്തിൽ കോൺക്രീറ്റ് ആദ്യം വരുന്നത് എനിക്കൊക്കെ ഓർമ്മയുള്ള ഒരു കാലഘട്ടത്തിലാണ്, ഒരു 60s-70s കോൺക്രീറ്റിന്റെ എൻ്റെ പഴയ വീട്ടിൽ ആകെ ഒരു അടുക്കളയിലെ ഒരു റാക്ക് മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ എപ്പോഴാണ് പൊളിഞ്ഞു വീഴാന്ന് വീട്ടുകാർക്ക് ബേജാറും ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് വീട് റിനോവേറ്റ് ചെയ്തപ്പോഴാണ് അത് പൊളിച്ച് കളഞ്ഞത്. അപ്പൊ അന്ന് നിലനിന്നിരുന്ന സംഗതിയിൽ പിന്നീട് അതിന്റെ കൊറോഷൻ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ഇവിടെ ആയുസ് ഏറ്റവും അധികം ഉള്ള നിലനിൽക്കുന്ന വീടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ആൾട്ടർനേറ്റീവ് ടെക്നോളജി എന്ന് പറയുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്ത കെട്ടിടങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഭൂമി കുലുക്കം തുടങ്ങിയ സംഗതികളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒന്നുള്ള സോൺ ആണെങ്കിൽ അതനുസരിച്ച് ആൾട്ടർനേറ്റീവ് ടെക്നോളജിയിലുള്ള മെറ്റീരിയൽസും മെത്തേഡ്സും ഉപയോഗിച്ച് ചെയ്യാനും കഴിയും
അതിനുള്ള ടെസ്റ്റുകളും ഡിസൈനും പോസിബിൾ ആണ് എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി പറയാനുള്ളത്. ഓക്കെ, അതൊന്ന്. പിന്നെ എന്തോ ഒരു പോയിന്റും കൂടി ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ആഡ് ചെയ്യട്ടെ. നമ്മള് നേപ്പാളിൽ എർത്ത് ഉണ്ടായപ്പോ ഓക്കെ, അത് പറഞ്ഞോളൂ. വിത്ത്സ്റ്റാൻഡ് ചെയ്ത കെട്ടിടങ്ങളെല്ലാം തന്നെ വെർണാക്കുലർ ഡിസൈൻ രീതിയിൽ ചെയ്തതായിരുന്നു. അത് തന്നെയാണ് വണ്ടർഫുൾ, അതിന്റെ സംഗതി. അതന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിലുള്ളതോ അല്ലെങ്കിൽ കേരളത്തിലുള്ളതോ ആയ പഴയ കെട്ടിടങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതെല്ലാം അതെ കോൺക്രീറ്റിന്റെ കെട്ടിടങ്ങളായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് ഇൻഡിജിനസ്ലി ഇവോൾവ് ആയ ഒരു ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരം സംഗതികളിൽ നമുക്ക് ഫീൽഡിൽ ഉണ്ടായി കുറെയൊക്കെ മാനസികം നമ്മൾ ഒന്നിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ പണി എടുക്കുന്നവർക്കുള്ള അതിൽ ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചൊരു പോയിന്റ്, നമ്മൾ ഈ അടുത്ത കാലത്ത് വേറൊരു തിയേറ്റർ ഡിസ്കഷൻ നടക്കുമ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഒരു ടെക്നോളജി എന്താണെന്നും അത് എങ്ങനെയാണെന്നും വളരെ സാധാരണക്കാരനായ ഒരാൾക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആ സയൻസ് വേസ്റ്റ് ആണെന്ന് ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീൻ ആണോ ന്യൂട്ടൺ ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയേ വിവരമുള്ളൂ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഇതാണ് ഇതിന്റെ ടെക്നോളജി, ഇത് ഇന്നത് കൊണ്ടാണ് മറ്റേതിനേക്കാൾ അല്ലെങ്കിൽ മറ്റേതിനൊപ്പം ബലവത്തായി ഇരിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അത്രയ്ക്ക് വിവരമുണ്ടെങ്കിൽ നമ്മൾ അക്കാര്യത്തിൽ വളരെ നന്നായി. അപ്പോൾ ഈ വർക്കേഴ്സിനെ അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് തയ്യാറാക്കി അല്ലെങ്കിൽ അങ്ങനെ വർക്കേഴ്സിന്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിൽ എത്രമാത്രം വിവരമുണ്ടെന്ന് നമുക്ക് ബോധ്യമാവുക. കാരണം അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുടെ ഓൺ ഹാൻഡ് എക്സ്പീരിയൻസിൽ അവർ തിരിച്ചു പറയുന്ന കാര്യങ്ങളാണ്. പലയിടത്തും നമുക്ക് അക്കാര്യത്തിൽ ചിലപ്പോൾ ശ്വാസം മുട്ടിപ്പോകുന്നത് നമുക്ക് അവരോളം വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഈ ഒരു 3 പോയിന്റ്സ് ഒന്ന് മനസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളും ആദ്യമായിട്ട് ചെയ്യാണെന്ന് ക്ലയന്റിനും അറിയാമായിരുന്നല്ലോ, മണ്ണുകൊണ്ടുള്ള കെട്ടിടം. അപ്പോ അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് പ്ലംബിങ്ങിൽ നമുക്ക് മൺചുമരിൽ കുറച്ച് ഫിക്സ്ചേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അവരത് ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ക്ലയന്റിന്റെ സൈറ്റിലുണ്ടായിരുന്നു. ആ സമയം അപ്പൊ ക്ലയന്റ് എല്ലാവരോടും പറയും ആ ദിവസമാണ് എനിക്ക് ശരിക്കും ഇതിന്റെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് മനസ്സിലായത്. കാരണം നമുക്ക് എത്ര നേരം വേണം സാധാരണ കല്ല് കെട്ടിയ ഒരു ചുമരിൽ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ. അന്ന് ഇത് ഡ്രിൽ ചെയ്യുമ്പോൾ നമ്മൾ പണ്ടത്തെ ആൾക്കാര് പണ്ടത്തെ വീട് പൊളിക്കുമ്പോൾ പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ തീ പാറുന്നു എന്ന്. അതുപോലെ അവര് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് പിന്നെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് എനിക്ക് ഇതിന് ഉറപ്പ് വന്നത് എന്ന് ക്ലയന്റ് എല്ലാവരോടും പറയാറുണ്ട്, ഈവൻ വർക്കേഴ്സിനും. അപ്പോ അത് സ്ട്രെങ്ത്തിനെ പറ്റിയൊന്നും സത്യത്തിൽ വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാനും ചോദിക്കണം എന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കാം. നമുക്ക് ലൈക്ക് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ക്ലേ അല്ലേ ഉപയോഗിക്കുന്നത്, അതിന് ആ മെറ്റീരിയലിൽ നമ്മൾ എന്തെങ്കിലും ഇനിഷ്യൽ ടെസ്റ്റിംഗ് ചെയ്യുക, സോയിലിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതോ ഏത് സോയിൽ ആണെങ്കിലും ഉപയോഗിക്കാമെന്നാണോ? എങ്ങനെയാണ് അതിന്റെ നമുക്ക് ക്ലേ കണ്ടന്റ് ഉള്ള സോയിൽ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന മെത്തേഡ് കോബ്, മണ്ണ് കുഴച്ച് ഉരുളകളാക്കി നമ്മൾ ചെയ്യുന്ന, ഞങ്ങൾ ആ ഓർഗാനിക് ഷേപ്പിൽ ചെയ്തത് കാണിച്ചില്ലേ, ആ മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്മൂത്ത് ചുമരുകൾ നമുക്ക് കിട്ടും. അത് ഇങ്ങനെ ചുമരുകൾ ഉണ്ടാക്കി നമ്മൾ മണ്ണും ലൈമും ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യാണ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സാൻഡി സോയിൽ ആണെങ്കിലാണ് നമുക്ക് റാംഡെർത്തും CSCBയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അതിന്റെ കണ്ടൊക്കെ നോക്കാം. എന്തോ നോയ്സ് അയച്ചു. ഓക്കെ, ഒരുപാട് ഫീൽഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ നേച്ചർ എത്രയാണ്, ഇതിന്റെ പ്രപ്പോർഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോ സമയമായതിനാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് എത്രത്തോളം ഞാൻ ഫാരികയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോ ഇത് ഞാൻ ലീവ് ചെയ്യട്ടെന്നാ. ഫാരിക എങ്ങനെയാണ്? ഇല്ല, നമ്മുടെ താങ്ക് യു കേൾക്കാണ്ടങ്ങ് ലീവ് ചെയ്യണം. എവിടെ? അല്ല, ഞാനത് ചോദിച്ചത്, നമ്മുടെ താങ്ക് യു കേൾക്കാതെ അങ്ങ് ലീവ് ചെയ്യണോ? പേടിച്ചോടിയതാണോ? കുറെ എഞ്ചിനീയേഴ്സിന്റെ ഇടയിൽ പെട്ട ഒരു ആർക്കിടെക്ട്. അയ്യോ അല്ല, ചേച്ചി അവസാനം പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ, വളരെ
ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ട് കോഴ്സും കൂടെ ഒന്നിച്ചാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കും സത്യത്തിൽ ഉറപ്പില്ല. കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് പലരും രണ്ടുപേരും രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്, ചേച്ചി ഒരു ആർക്കിടെക്ട് ആണ്. അപ്പോ ഞങ്ങളെ മേ ബി ഒരു എലക്ടീവ് കോഴ്സ് ഒക്കെയാണ് പഠിക്കുന്നത്, ഈ ആർക്കിടെക്ചറിന്റെ അതെ അതെ. ഫങ്ഷണൽ ഇപ്പൊ ഡിസൈൻ എന്നൊക്കെ നീരജ് പറഞ്ഞിട്ട്. അതെ അതെ, നീരജ് അപ്പൊ വിചാരിക്കാറില്ലേ ഇപ്പൊ എന്റെ വീട്ടില്, ബൈ ദ വേ ആദ്യം പറയട്ടെ, എന്റെ വീട്ടിൽ 2 സിവിൽ എഞ്ചിനീയേഴ്സും 2 ആർക്കിടെക്ട്സും ആണ് ഞങ്ങള്. അവർ രണ്ടുപേരും ടീച്ചിങ്ങിലാണ്, രണ്ടുപേരും IIT പ്രൊഫസേഴ്സ് ആണെന്ന് മാത്രം. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇത് സംസാരിക്കാറുണ്ട്. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോർ കോഴ്സസിൽ ഒന്നാണല്ലോ. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ലേ? അപ്പൊ അതെ, ഡിസൈൻ ഞാൻ രംഗത്ത് നിൽക്കുന്ന പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് പണിയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ. അതിന്റെ അപ്പുറത്തേക്ക് സിവിൽ എഞ്ചിനീയറിംഗിന് ഒരു ആ രീതിയിലൊരു സൈഡ് ഉണ്ട്. പക്ഷെ ചേച്ചി പറഞ്ഞതിൽ എനിക്ക് ഒന്നും കൂടെ ഉറപ്പിച്ച് അത് പറഞ്ഞതിന് താങ്ക് യു എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ വന്നത്. അതായത് ഇതിന്റെ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ് പലപ്പോഴും. ഈ ആർക്കിടെക്ചർ സിവിൽ എഞ്ചിനീയറിംഗ് കൊളാബറേഷൻ അത് ഒരു പരിധി വരെ കൺവെൻഷനലായി നമ്മുടെ നാട്ടിൽ ചെയ്തു വന്ന രീതികളുടെ റിപ്പിറ്റേഷനിൽ സംഭവിച്ചു പോയതായിരിക്കാം. ഒരു സയൻസ് ഒരു സ്ഥലത്തേക്ക് ഇൻഡ്യൂസ്ഡ് ആവുമ്പോൾ സ്വാഭാവികമായി നടക്കേണ്ടതായ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ഇൻഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു കൊളാബറേഷൻ ആണ് ഈ പറയുന്ന. ഇപ്പോ എനിക്ക് പേഴ്സണലിയും കൂടെ ചേച്ചി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ക്ലോസ് റേഞ്ചിൽ അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഹാഫ് ആൻ അവർ ഒട്ടും ജസ്റ്റിഫൈഡ് അല്ല എന്ന് അറിയാം ഇത് പ്രസന്റ് ചെയ്യാനും ഈ വിഷയത്തെ കുറിച്ച്. നേരിട്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു. അതെ, അതെ, നേരിട്ടാണെങ്കിൽ ഓൺലൈൻ നമുക്ക് അല്ലാതെ ഈ മേ നേരിട്ടായിരുന്നെങ്കിൽ ബി ഞാൻ വിചാരിച്ചു. ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കംപ്രസ്ഡ് എർത്തൻ ബ്ലോക്ക് കയ്യിലെടുത്ത് കൊടുത്താൽ ചിലപ്പോ ഈ സംശയം തീരുന്നു. ഐ മീൻ ആ രീതിയിൽ പോലും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് അത്തരം ലിമിറ്റേഷൻസിന്റെ ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അത്രയും സമയം ചെലവാക്കിയതിലും ഇത്രയും പേരെ ക്യൂരിയസ് ആക്കി എന്നുള്ളതിൽ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. അതായത് ഒരുപാട് പേര് കുറെ ഫോട്ടോസ് കണ്ടു ആൻഡ് ദേ ആർ റിയലി ക്യൂരിയസ്. ഒരുപക്ഷെ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരതിന്റെ പുറകിൽ പോവുമെന്നും ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ തരത്തിലൊരു ക്യൂരിയോസിറ്റി ദർശന ടീമിൽ ഇൻഡ്യൂസ് ചെയ്തതിലും, തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞങ്ങളെ പോലെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും അത് ഈ ടോക്കിന് വിളിച്ചപ്പോൾ ആ രീതിയിലും കൂടെ ചേച്ചി ഹാപ്പി ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കാണുന്ന ഒരു കാര്യമാണ്. വി ഓൾസോ വുഡ് ലൈക്ക് ടു എന്താണ് കോ ക്രിയേറ്റ് ആൻഡ് ചേച്ചിയുടെ അടുത്ത് നിന്ന് എന്താണ് ദർശനയ്ക്ക് കിട്ടുക എന്നുള്ളതും ദർശനയ്ക്ക് എന്താണ് ഈ സസ്റ്റൈനബിൾ വേ ഫോർവേഡിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വലിയ വലിയ ഡിസ്കഷൻസിന്റെ ഒരു തുടക്കമാവട്ടെ ഇത്. സോ റിയലി താങ്ക് യു. അപ്പൊ ഇനി ചേച്ചിക്ക് ഞങ്ങളിനി AGBയുടെ പ്രൊസീഡിങ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോ വളരെ സന്തോഷം, വീണ്ടും കാണാം. ബൈ.